BJP കൗൺസിലർ ആർ സുഗതനെതിരെ കാപ്പ കേസ് ചുമത്തിയത് സർക്കാർ അംഗീകരിച്ചു. ആഭ്യന്തര സെക്രട്ടറി ഇന്നലെയാണ് അനുമതി നൽകിയത്. റിനോ ശ്രീധർ വിവരങ്ങൾ ചെയ്യുന്നു. റിനോവും കാപ്പയിൽ ഇളവ് വേണം എന്നാൽ മാത്രമേ ഞങ്ങളുടെ കൗൺസിലർക്ക് ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹത്തിന്റെ പദവി നിലനിർത്താൻ കഴിയൂ എന്ന BJP പ്ലാനും ഈ കാപ്പ അംഗീകരിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ക്രിസ്റ്റിന ഹാഷ്മി, ഈ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് 20 കൗൺസിലർമാരാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. അതിൽ 19 പേർക്ക് ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇനി സുഗതൻ മാത്രമാണുള്ളത്. വാഴോട്ടുകോണം കൗൺസിലറാണ്. ഇദ്ദേഹത്തിന്റെ കാപ്പയിൽ ഇളവ് തേടി ഉപദേശക സമിതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ ഈ കാപ്പയ്ക്ക് അംഗീകാരം നൽകി ഉത്തരവിട്ടതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. ഇന്നലെയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ മുന്നിലേക്ക് ഫയൽ വരുന്നതും ഈ കാപ്പ അംഗീകരിക്കുകയും ചെയ്യുന്നത്. സാധാരണഗതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും, കാപ്പ ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകും. അതിന്മേൽ കളക്ടർ ഉത്തരവിടുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാവുന്നതാണ്. അതിനുശേഷം സർക്കാർ തലത്തിലേക്ക് ഫയൽ പോകണം. ആ ഫയൽ സർക്കാർ അംഗീകരിക്കുകയും വേണം. അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയാണ് ഇന്നലെ കഴിഞ്ഞത്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇന്നലെ ഈ ഫയൽ ഒപ്പിട്ടുകൊണ്ട് ഉത്തരവ് സാധുവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി ഉപദേശക സമിതിക്ക് മുന്നിൽ ജാമ്യാപേക്ഷ നൽകണം സുഗതൻ. ആ ജാമ്യാപേക്ഷ മേൽ ഉപദേശക സമിതി കൃത്യമായി അദ്ദേഹത്തിന്റെ വശം കേൾക്കും. കേട്ടതിനു ശേഷമായിരിക്കും ജാമ്യം വേണമോ അല്ലെങ്കിൽ ഈ കാപ്പ മാറ്റണമോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നിലവിൽ അത്തരം ഒരു ഉപദേശക സമിതി ഉത്തരവായി അല്ലെങ്കിൽ നിയമപരമായി ഇപ്പോൾ രംഗത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നോ നാളെ അത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറങ്ങും. അതിനുശേഷമായിരിക്കും സുഗതന് ഈ അപ്പീൽ നൽകുവാൻ വേണ്ടി കഴിയുക, ജാമ്യാപേക്ഷ നൽകുവാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ദിവസത്തേക്കെങ്കിലും സുഗതനെ വിട്ടു നൽകണമെന്നുള്ള ആവശ്യമാണ് BJPക്ക് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. നമുക്കറിയാം ഒരു വലിയ ഭൂരിപക്ഷമില്ലാതെ, കേവല ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യമാണ് BJPക്ക് ഉള്ളത്. വലിയ ചാഞ്ചാട്ടം ഉണ്ടാകും സുഗതനെ കൂടി നഷ്ടമായി കഴിഞ്ഞാൽ BJP ഭരണസമിതിയിൽ. അതുകൊണ്ട് സുഗതനെ ഏതെങ്കിലും സാഹചര്യത്തിൽ എത്തിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ് BJPയും തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോകാൻ തന്നെയാണ് ഭരണസമിതിയുടെ തീരുമാനം. ഹാഷ്മി, ക്രിസ്ത്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.